തകർന്ന ഹൃദയവുമായിട്ട് ആരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്? ആരാന്ന് പറയാൻ ഞാൻ ദിവ്യനല്ല, പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, ഈ ദൈവത്തിന്റെ വചനം അവരോട് ക്രിയ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മാതാവേ, നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോഴായിരിക്കും നിങ്ങളുടെ മകന്റെ ഭാവിക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ തകർന്ന ഹൃദയത്തെ പണിയുവാൻ ദൈവത്തിന് കഴിയും. ആ ദൈവത്തിന്റെ വചനമാണ് ഇന്ന് രാത്രികാലം ഇവിടെ മുടങ്ങുന്നത്. എന്റെ പേര്, എന്റെ മാതാവ് കരഞ്ഞ് കലങ്ങി നേർച്ചകൾ നേരാത്ത സ്ഥലങ്ങളില്ല. അത്രമാത്രം ഒരു മൃഗീയമായ മനുഷ്യനായിരുന്നു ഞാൻ. വളരെ ബാല്യത്തിൽ 9ാമത്തെ വയസ്സിൽ ദൈവത്തിന് സ്വതന്ത്രം ദുർഗുണ പരിഹാര പാഠശാലയിൽ കൊണ്ടിട്ടു. അതിവിടെ അടുത്താണ്, തിരുവനന്തപുരത്ത് പൂജപ്പുരയിൽ. അതിൻ്റെ ഭാഗത്തൂടെ ഞാൻ ഈ വേദപുസ്തകവുമായിട്ട് പലപ്പോഴും പോകുമ്പോൾ ഓർക്കും, ദൈവമേ, ഇതിനകത്ത് കിടന്ന് നശിച്ചു പോകേണ്ട ജീവിതമായിരുന്നു. എന്നാൽ ദൈവം മുന്നമേ കണ്ടതുകൊണ്ട്, ദൈവം നിത്യസ്നേഹത്തിൻ്റെ ഉടമയാണ്. എൻ്റെ പേര് കാലേക്കുട്ടി സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. നമ്മൾ അറിയാത്ത കാലത്ത് പോലും നമ്മെ സ്നേഹിക്കും. നിങ്ങൾക്കറിയാമല്ലോ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഭൂതഗ്രസ്തനായ മനുഷ്യനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട്. ചെറിയ ഭൂതങ്ങൾ 6000 ഭൂതമുള്ള മനുഷ്യൻ. ആ മനുഷ്യനെ സ്വർഗത്തിലെ ദൈവം ചെന്നു അവന് വേണ്ടിയിട്ട് മാത്രം ആ ദേശത്ത് പോയി. ഞാനിങ്ങനെ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ആ ഭാഗം ദൈവത്തിൻ്റെ കാലേ കൂട്ടിയുള്ള സ്നേഹം ഈ മനുഷ്യൻ്റെ അടുക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവൻ്റെ ഭൂതത്തെ പുറത്താക്കുന്നത് 2000 പന്നിയിലേക്ക്. ആ 2000 പന്നിയിൽ ഒരു പന്നിയിൽ 3 എണ്ണം വെച്ച് കയറി. ആ 3 ഭൂതം കയറിയപ്പോൾ ഈ പന്നിക്കൂട്ടം ചെന്ന് അവിടെ കടുത്തൂക്കിപ്പോയി ആത്മഹത്യ ചെയ്തു. 3 ഭൂതം. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു മൃഗം ആത്മഹത്യ ചെയ്തത്? ഏതെങ്കിലും? നമ്മുടെ പട്ടി, നിങ്ങൾ ഇവിടെ വളർത്തുന്ന ഒരു നായ്, ആ നായ് വളരെ സ്നേഹത്തോടെ വളർത്തുന്ന നായാണ്. ഒരു ദിവസം നിങ്ങൾ ഇട്ടിരിക്കുന്ന വില കൂടിയ ഷൂ ഊരിയിട്ട് വീട്ടിലോട്ട് കയറുമ്പോൾ അവൻ കടിച്ചു പറിച്ചെന്നിരിക്കട്ടെ, ആ സ്നേഹിച്ച് വളർത്തി ഇതുവരെയും തല്ലാത്ത ആ പട്ടിക്കുട്ടിയെ ഒരു വടിയെടുത്ത് 2 തല്ല് കൊടുത്തു. ആ പട്ടിക്കുട്ടി വിചാരിക്കുക, ഇന്നലെ വരെ എന്നെ തല്ലാത്ത എൻ്റെ യജമാനൻ എന്നെ തല്ലി, എനിക്ക് സഹിക്കുന്നില്ല, ഞാനിവിടെ നേരെ പോയി ആ റെയിൽവേ ട്രാക്കിലേക്ക് ചെന്നിട്ട് ആത്മഹത്യ ചെയ്തേക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ആ ഹൈവേയിലേക്ക് ഏതെങ്കിലും ലോറി വരുമ്പോൾ അതിനു മുമ്പ് ചാടി മരിച്ചേക്കാം എന്ന് ഏതെങ്കിലും പട്ടി വിചാരിച്ചിട്ടുണ്ടോ? എത്ര മാത്രം നമ്മൾ തല്ലിയാലും എത്ര മാത്രം അവരെ ദ്രോഹിച്ചാലും അവർ ആത്മഹത്യ ചെയ്യത്തില്ല. എന്താ അതിൻ്റെ കാരണമെന്നറിയോ? അതിന് ഭൂതമില്ലാത്തതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കും. പക്ഷേ ഭൂതം കയറിയ ഈ പന്നിക്കൂട്ടം ചെന്ന് 3 എണ്ണം കയറിയപ്പോൾ ഒരെണ്ണത്തിനകത്ത് 3 എണ്ണം കയറിയപ്പോൾ ചെന്ന് ആത്മഹത്യ ചെയ്തു. എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, ഈ 6000 എണ്ണം ഈ മനുഷ്യൻ്റെ വേണ്ടിയിട്ട് അവൻ ആത്മഹത്യ ചെയ്തില്ല. വർഷങ്ങളായിട്ട് ആർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ അവൻ ആ ശവക്കല്ലറയിൽ കിടന്ന അവൻ ആത്മഹത്യ ചെയ്തില്ല. അതാണ് ദൈവത്തിന്റെ സ്നേഹം. ഞാൻ അതുകൊണ്ട് അവനെ കാലേ കൂട്ടി സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇവനെ കൊണ്ട് എനിക്ക് പ്രയോജനപ്പെടണം, ഇവൻ 10 പട്ടണത്തിൽ പോയി എന്റെ സുവിശേഷം അറിയിക്കണം, ഇവൻ ആത്മഹത്യ ചെയ്യുവാനുള്ളവനല്ല എന്ന് ദൈവം അറിഞ്ഞുകൊണ്ട് ആ ഒരൊറ്റ ചെറുപ്പക്കാരന് വേണ്ടിയിട്ട് അവിടെ ചെല്ലുകയും അവന്റെ ഭൂതത്തെ ഇറക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയരെ, ദൈവം നമ്മളെ മുന്നമേ കാണുന്ന ഒരുത്തനാണ്. അന്ന് ഈ കുട്ടിജയിലിൽ കിടക്കുമ്പോൾ അവിടെ നിന്ന് തീർന്നു പോകാമായിരുന്നു. പക്ഷേ ദൈവം അങ്ങനെ ചെയ്തില്ല. ദൈവം അവിടുന്ന് വിടുവിച്ചു. 2 വർഷം അവിടെ കിടന്നിട്ട് അവിടുന്ന് ഞാൻ ഇറങ്ങി വന്നപ്പോഴും ജീവിതത്തിലും സ്വഭാവത്തിലും മാറ്റമൊന്നുമില്ല. വിദ്യാഭ്യാസം ഉണ്ടായില്ല. കണ്ട ഹോട്ടലുകളിലും ദേശം മുഴുവൻ നടന്ന് ഇങ്ങനെ യാത്ര ചെയ്തു. അങ്ങനെ എങ്ങനെയൊക്കെ വളർന്ന് യൗവനമെത്തി. പിന്നെ ഇവിടുന്ന് കേരളം വിട്ട് ഡൽഹിയിലെത്തി കഴിഞ്ഞപ്പോഴാണ് ദൈവത്തിന് സ്തോത്രം ഈ മനുഷ്യൻ്റെ മറ്റു കൂട്ടുകെട്ടിലൊക്കെ ചെന്ന് വിടുവാനായിട്ടിടയത്. അങ്ങനെ ഇത് വലിക്കുന്ന സ്വഭാവമല്ല, മയക്കുമരുന്ന് ഉപയോഗിക്കുക മാത്രമല്ല, എന്നാൽ ഉപയോഗിക്കാൻ ഒത്തിരി കാശുണ്ടാകുന്നതുകൊണ്ട് ഇത് വിറ്റാൽ എങ്ങനെയാണെന്ന് മനസ്സിലായി. അങ്ങനെ വിൽപ്പനയിലായി. പിന്നെയും ലാഭം കൂട്ടുവാൻ വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കുന്നതിനെ പറ്റി ചിന്തിച്ചു. അങ്ങനെ ഏറ്റവും മാരകമായിരിക്കുന്ന ഒരു ലഹരി പദാർത്ഥം ഉണ്ടാക്കുവാനായിട്ടിടെ ഞാൻ ഈ മൈക്കിലായതുകൊണ്ട് അതിൻ്റെ പേരൊന്നും പറയുന്നില്ല, ഞങ്ങളുടെ സഹോദരന്മാർക്കൊക്കെ അറിയാം അതിൻ്റെ പേര്. അതുണ്ടാക്കി അതുമായിട്ട് പോകുമ്പോൾ 1-2 പ്രാവശ്യം പോയി. വളരെ ലാഭകരമായിരുന്നു, ആരും പിടിച്ചില്ല. പക്ഷേ ഒരിക്കൽ ഇതുമായിട്ട് ഗാജിയാബാദ് റെയിൽവേ സ്റ്റേഷൻ നിൽക്കുമ്പോൾ നാർക്കോട്ടിക് വിഭാഗം അറസ്റ്റ് ചെയ്തു. നേരെ കയറെ കെട്ടി വലിച്ചു കൊണ്ട് പോകുന്നു ഇന്ന് ഞാൻ ഓർക്കുന്നു. അങ്ങനെ കാൺപൂർ സെൻട്രൽ ജയിലിൽ കൊണ്ടിട്ടു. എനിക്ക് വലിയൊരു അഭിമാനമുണ്ട്. കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് ആ കാൺപൂർ പട്ടണത്തിലൂടെ ഈ വേദപുസ്തകവുമായിട്ട് നടക്കുക. ഒരു കാലത്ത് മയക്കുമരുന്നിന് പിടിക്കപ്പെട്ട് ജയിലിൽ കൊണ്ട് ആ ജയിലിന്റെ വാതിക്കലൂടെയൊക്കെ ഞാനും എൻ്റെ ഭാര്യയും കൂടെ പറഞ്ഞിട്ട് ഇതിനകത്താണ് ഞാൻ കിടന്നത്. അങ്ങനെ കാരാഗ്രഹത്തിൽ കിടന്ന് തകർന്ന് തരിപ്പണമായ ഒരു മനുഷ്യനെ
ദൈവം ഇത്രത്തോളം ഉയർത്തിയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ചിന്തിക്കും നിങ്ങളുടെ തകർച്ചയെ ഉയർക്കുവാനായിട്ട് ഒരു സാധ്യതയുമില്ലെന്ന്. പക്ഷെ ഞാൻ ഇന്ന് രാത്രിക്കാരൻ വിളിച്ചു പറയുന്നു, ഏത് തകർന്നവനെയും പണിയുന്ന ഒരു ദൈവമുണ്ട്. ആ തകർച്ചകളെല്ലാം നമ്മുടെ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് ചിന്തിക്കുന്ന ആരൊക്കെയുണ്ട് ഇന്ന് രാത്രിക്കാലം? അങ്ങനെ ആ ജയിലിൽ കിടക്കുമ്പോൾ, ആ ജയിലിനകത്ത് കിടക്കുമ്പോൾ